PV അൻവർ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ മുഖ്യമന്ത്രി ഈ വിഷയം വളരെ ഗൗരവമായി എടുത്തിരിക്കുകയാണ്. പോലീസുകാർ ഓഫീസർമാർ പങ്കെടുത്ത ആ സമ്മേളനത്തിൽ DGPയെ ഇരുത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ മുഴുവൻ സംസ്ഥാന പോലീസ് ഉദ്യോഗസ്ഥരെയും ഇരുത്തുന്ന സദസ്സിലാണ് അദ്ദേഹം കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ് പോലീസിൽ ചില പുഴുക്കുത്തുകളുണ്ട്, ആ പുഴുക്കുത്തുകളെ ഒരു നിലക്കും അച്ചടക്കരാഹിത്യവും ഈ പറയുന്ന ക്രിമിനലിസവും പോലീസിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറഞ്ഞ നടപടികളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ എയർപോർട്ടിലെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടാലും ഈ പറയുന്ന എടവണ്ണയിലെ റിദാൻ വധക്കേസായാലും ഞാൻ ഉയർത്തിയ മറ്റു കാര്യങ്ങളായാലും കൃത്യമായ നടപടികൾ അതിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ADGP അജിത് കുമാർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇത്തരത്തിലുള്ള ക്രിമിനൽ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനാണ് ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാൻ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പോലീസിൻ്റെ ഏറ്റവും വലിയ ഹെഡ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് പോലീസ് ചീഫ്, നമ്മൾ DGP എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ ഇന്നലെ ബഹുമാനപ്പെട്ട IG തൃശ്ശൂർ DIG ആണ് എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തത്. നിങ്ങളതിൽ ഒരു കാര്യം പൊതുസമൂഹവും പത്രക്കാരും മനസ്സിലാക്കേണ്ടത്, ഞാനും ഈ IG-യും മാത്രമാണ് ഏകദേശം 9 മണിക്കൂർ, വേറെ ഒരാളില്ല. മുഴുവൻ IG സ്വന്തം കൈപ്പടയിലാണ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയെടുത്തത്. ചരിത്രത്തിൽ ഇങ്ങനെ കേസ് ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു SP-യോ DYSP-യോ കൂടെ വന്ന് അദ്ദേഹം അവിടെ ഇരുന്ന് എഴുതിയെടുക്കും, അല്ലെങ്കിൽ ഒരു CI-യോ SI-യോ ഒക്കെ ആവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വിശ്വസ്തനായ ഒരു റൈറ്റർ ആവാം. ഇവരാണ് എഴുതിയെടുക്കാറ്. പക്ഷേ അതിനൊക്കെ വിപരീതമായിട്ട് മുകളിലിരിക്കുന്ന പടച്ചവനും ഞാനും ഈ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത IG-യും അല്ലാതെ മറ്റൊരാളും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പുറത്തു പോകരുതെന്ന വളരെ സതുദ്ദേശത്തോടു കൂടിയിട്ടാണ് പോലീസ് ഇപ്പോൾ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. അതൊരു സത്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മാമി കേസിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം 13 മാസത്തോളമായി ഈ തിരോധാനം ഇങ്ങനെ കേരളത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കുടുംബം ഈ വിഷയം ആക്ഷൻ കമ്മിറ്റിയും വന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായ കുറേ ചിന്തകളുണ്ട്. കാരണം അൻവർ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അതിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അൻവർ.